മഹോധർമ്മ മോത്തിബായ്, ഈ സമയം സിത്താർ വായിക്കാനുള്ളതല്ല. മഹാരാജാവ് ഗംഗാധർ റാവു താങ്കൾക്ക് വിശ്രമിക്കാനായി തന്റെ അതിഥി മന്ദിരത്തിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുകയാണ്. എഴുന്നേൽക്കൂ, നമുക്ക് അവിടേക്ക് പോകാം. ഇതല്ലാതെ ഝാൻസിയിലെ രാജാവിന് വേറെ എന്ത് ചെയ്യാനാകും? വന്നാലും തസ്ലീം, ഝാൻസിയിലെ രാജാവ് തന്റെ ഹൃദയം തന്നു കഴിഞ്ഞിരിക്കുന്നു താങ്കൾക്ക് ഇതിനോടകം. ഇപ്പോൾ കലയുടെ ആരാധകൻ ഒരു അനുപമമായ കലാകാരിയെ കാണാനുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുകയാണ്. അതെന്റെ ഭാഗ്യം. ഈ ഉള്ളവൾക്ക് ഇതിന് അർഹതയുണ്ടെന്ന് തോന്നാൻ കാരണം നാം കേട്ടത് താങ്കൾ ഝാൻസിയിൽ നിന്നാണെന്നാണ്. ഈ ഉള്ളവൾ അവിടെ നിന്നാണ് വളർന്നത്. അതിശയവുമുണ്ട്, ദുഃഖവുമുണ്ട്. ഈ വിലപിടിച്ച മുത്ത് എന്റെ നഗരത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു, അത് നാം അറിഞ്ഞില്ല എന്നുള്ളതിൽ. അതിന്റെ ഉത്തരവാദിയെ ഞാൻ തന്നെയാണ്. ഞാൻ രാജകുടുംബങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ ആരാധകരിൽ നിന്നും? നാം താങ്കളുടെ... ക്ഷമിക്കണം, ചിലപ്പോൾ താങ്കൾ എന്റെ കലയുടെ ആരാധകനായിരിക്കും. പക്ഷെ ഝാൻസിയുടെ രാജാവിന്റെ അധികാരം വീണ്ടും ഈ ഉള്ളവളുടെ മേൽ പതിച്ചാലോ? അതിന്റെ ഫലം താങ്കൾ കണ്ടില്ലേ? ഞാൻ അവരിൽ നിന്നും താങ്കളെ ഇപ്പോൾ തട്ടിപ്പറിച്ചില്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെയും തട്ടിപ്പറിക്കലിനിടയിൽ എന്റെ കാര്യം എന്താകും? ഇതിന്റെ തീരുമാനം നാം കാൺപൂരിൽ വെച്ചല്ല, ഝാൻസിയിൽ നമ്മൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കും. സമ്മതിച്ചോ? മറ്റൊരു പാദസരം കിട്ടുക വളരെ പ്രയാസമാണ്. ഇത് ഇവിടെ എങ്ങുമില്ല. എന്റെ ചേച്ചി പ്രാചി, അതാ നോക്കൂ, നാനാജ്യേഷ്ഠൻ. നാനാജ്യേഷ്ഠ, ആ കയ്യിലതെന്താ? ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. ഏയ് അല്ലല്ല, ഉണ്ട് ഉണ്ട്. ഒന്നുമില്ലാന്നേ. നാനാജ്യേഷ്ഠ, ഇത് എനിക്ക് വേണ്ടിയല്ലേ? അല്ല, വെറുതെ കള്ളം പറയല്ലേ നാനാജ്യേഷ്ഠ, ഇത് എനിക്കല്ലേ? ആ, നിനക്ക് വേണ്ടി. ഞാൻ ആരുടെ ആളല്ല. മര്യാദയ്ക്ക് പറയൂ, നിന്റെ പേരെന്താണ്? എന്റെ പേര് വൈശാലി എന്നാണ്. അല്ലല്ല, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിയല്ല. ഇത് ഇല്ല, ഇത് ഒന്നുമില്ല. നാനാജ്യേഷ്ഠ, അവിടെ നോക്കൂ, അതെന്താ? വരൂ. അതെ,
ആഹാ നല്ലതായിട്ടുണ്ട്. മനു ഒന്ന് നോക്കിക്കേ. മനു ഇവിടെ പോയി? അങ്ങോട്ട് പോയി നാനാ ജ്യേഷ്ഠനോടൊപ്പം. ഞാൻ ഈ പെൺകുട്ടിയെ കൊണ്ട് തൂറ്റിരിക്കുകയാണല്ലോ. സ്നാനം ചെയ്യണം, ഗംഗാപൂജ ചെയ്യണം. അവിടെ നദീതീരത്ത് മൈനാഭായി പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഈ പെൺകുട്ടി എവിടെയോ പോയി. എവിടെ പോയി കാണൂ ഇവള്? എന്താ ഇത്? ഇതൊരു വെറും സാധാരണ തുണിയല്ല. ഞങ്ങൾ ഹിന്ദുസ്ഥാനികളുടെ അഭിമാനമാണ്. ഞങ്ങളുടെ ശിരസിന്റെ അലങ്കാരമാണിത്. ഞാൻ ഈ തലപ്പാവിനെ ഒരിക്കലും താഴെ വീഴാൻ അനുവദിക്കില്ല. മൈൻഡ് യുവർ ബിസിനസ്. നീ പോയി നിന്റെ ജോലി നോക്ക്. ഞാൻ എന്റെ ജോലി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ദേശം നിങ്ങളുടേതല്ല. ഇവിടെ നിങ്ങൾ കേവലം ഞങ്ങളുടെ അതിഥികൾ മാത്രമാണ്. ഞങ്ങൾ ഹിന്ദുസ്ഥാനികൾ ഞങ്ങളുടെ അതിഥികളെ ദൈവതുല്യരായാണ് കാണുന്നത്. ദയവ് ചെയ്ത് നല്ല അതിഥികളെ പോലെ നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. യു ബ്ലഡി ഇന്ത്യൻ. നിനക്കൊന്നും ഉണ്ണാനും മുടുക്കാനുമില്ല. പേടിത്തൊണ്ടന്മാർ, ചെമ്മാടികൾ. മതി, നിർത്ത്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്ക്. ഞങ്ങൾ ഹിന്ദുസ്ഥാനികൾ നിങ്ങൾ വെള്ളക്കാരോട് ഒരു കാര്യത്തിലും പുറകിലല്ല. കൊള്ളാലോ. നീ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാറായോ? അതും ഞങ്ങളോട്. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ. വരൂ. What are you doing, George? You are fighting with this cheap. നീ നമ്മളോട് ഫൈറ്റ് ചെയ്യുമോ? ഈ കളി നീ ജയിച്ച് കാണിക്കും. കളി ഇതാണ്. ഈ കളിയിൽ ഹോഴ്സ്മാൻ ഉണ്ടായിരിക്കും. പരസ്പരം ദണ്ഡുകൾ കൊണ്ടായിരിക്കും അറ്റാക്ക് ചെയ്യേണ്ടത്. ആരാണോ വീഴുന്നത് അവർ പരാജയപ്പെടും. പറയൂ, കളിക്കണോ? ഞാൻ തയ്യാറാണ്. ഈ കളിയിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ ബാബയുടെ കാൽക്കൽ വീണ് നിങ്ങൾ ഓരോരുത്തരും ക്ഷമ ചോദിക്കേണ്ടതായി വരും. അതോടൊപ്പം ഈ തലപ്പാവ് അഭിമാനത്തോടെ അദ്ദേഹത്തിന്റെ ശിരസിൽ വെക്കേണ്ടതായി വരും. തയ്യാറാണോ? പറയൂ. അഥവാ ഇനി ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിനക്ക് എന്റെ ബൂട്ട് നക്കി തുടക്കേണ്ടതായി വരും. നമ്മുടെ ഗുരുവിനോട് എന്തിനാണ് മത്സരിക്കുന്നത്? ആദ്യം എന്നോട് എന്റെ നാനാ ജ്യേഷ്ഠനോട് ഏറ്റുമുട്ടി കാണിക്കേ. ഹേ പെൺകുട്ടി, ആരാണ് നീ? ഈ മണ്ണിലെ സാധാരണ പെൺകുട്ടിയാണ്. ഏറ്റുമുട്ടി നോക്ക്. അപ്പൊ ഈ മണ്ണിന്റെ ശക്തി മനസ്സിലാകും. നിൽക്കൂ. ഞാനിപ്പോൾ എന്റെ കുതിരയെ കൊണ്ടുവരാം. ഓടിപ്പോകരുത്. നാനാ ജ്യേഷ്ഠ, മോളെ എന്തു? നീ ഒന്ന് പോയി നോക്ക് ഈ പെൺകുട്ടി എവിടെ പോയെന്ന്. ഇവള് നമുക്കൊരു സമാധാനവും തരില്ല. ഇല്ല മുത്തശ്ശി, ആ വെള്ളക്കാരുണ്ടല്ലോ എല്ലാരും അടിക്കുന്നുണ്ടായിരുന്നു. മനു ചേച്ചി, മനു ചേച്ചി. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. മനു, മനു നീ എവിടെ പോവാ? മുത്തശ്ശി ഇപ്പൊ എന്നെ തടയരുത്. എനിക്ക് എന്റെ കുതിരയെ കൊണ്ടുവരാൻ പോണം.
പോകണം. നീ ഒരിടത്തും പോവില്ല. മുത്തശ്ശി എന്നെ പോകാൻ അനുവദിക്കും. ആ വെള്ളക്കാരൻ നമ്മുടെ ജനങ്ങളെ അവിടെ മൈനാഭായി നദീതീരത്ത് പൂജയ്ക്കായി കാത്തു നിൽക്കുക. നിന്റെ പ്രവൃത്തികൾ വീണ്ടും തുടങ്ങിയോ? മുത്തശ്ശി ഞാൻ ഇപ്പൊ വരാം. എന്നെ വിടൂ ഇല്ല, മുത്തശ്ശി. വരാനല്ലേ പറഞ്ഞത്? ഭഗവാനെ ഓർത്ത് എന്നെ ഒന്ന് വിടൂ. വന്ന് പല്ലിരിക്കെ വരൂ. മുത്തശ്ശി ഇന്നൊരു ദിവസത്തേക്ക് മുത്തശ്ശി എന്നെ വിടൂ. പിന്നീട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഇല്ല, ഒരിക്കലും ഇല്ല. മുത്തശ്ശി, വരൂ, മുത്തശ്ശി. അകത്ത് കയറിയിരിക്കെ. കേറ്, വരൂ, കയറിയിരിക്കെ. യു ബ്ലഡി ഇന്ത്യൻ, നീ ഞങ്ങളോട് എങ്ങനെ ജയിക്കും? ഇതിനു മുമ്പ് നീ കളിച്ചിട്ടുണ്ടോ ഈ ഗെയിം? കളിക്കാൻ അറിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞങ്ങൾ ഹിന്ദുസ്ഥാനികൾ ഞങ്ങളുടെ ധൈര്യത്തിന്റെ ബലത്തിൽ നിങ്ങളെ ജയിച്ചു കാണിക്കും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടിമകളാകേണ്ടി വരില്ലായിരുന്നു. മതി, സംസാരം വേണ്ട. മത്സരം തുടങ്ങട്ടെ. ശ്രീമൻ സാഹിബ്, താങ്കൾ പുറകിലേക്ക് നിൽക്കൂ. ഇല്ല താത്യ ഗുരു, താത്യ ഗുരു, താങ്കൾ എന്നെ അനുഗ്രഹിച്ചാലും. ജയിച്ചു വരൂ ശ്രീമൻ സാഹിബ്. മനസ്സിലാക്കി കൊടുക്കൂ ഈ വെള്ളക്കാർക്ക്, നമ്മൾ ഹിന്ദുസ്ഥാനികൾ ഏത് മണ്ണിൽ ജനിച്ചവരാണെന്ന്. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ചെന്നാലും നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? നിനക്കൊന്നും ഉണ്ണാനും ഉടുക്കാനും ഇല്ല. പേടിത്തൊണ്ടന്മാർ, ചെമ്മാടികൾ. നീ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യാറായോ? അതും ഞങ്ങളോട്. അഥവാ ഇനി ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിനക്ക് എന്റെ ബൂട്ട് നട്ടി തുടക്കേണ്ടതായി വരും. മനു, മതി, കയറി വന്നേ. പറഞ്ഞത് കേട്ടില്ലേ നീ? വാ, കയറി വാ, ഇങ്ങോട്ട് വരാൻ. വരൂ. മുത്തശ്ശി ഇനി എന്നെ പോകാൻ അനുവദിക്കൂ. നിങ്ങൾ കണ്ടില്ലേ, ആ വെള്ളക്കാരൻ നമ്മുടെ ഗുരുവിനെ അപമാനിച്ചു. ഞാൻ ഇപ്പോൾ അവനൊരു പാഠം പഠിപ്പിക്കാം. ഇല്ല മനു, നീ ഒരിടത്തും പോവില്ല. ഇന്ന് ഗംഗാ ദസറയാണ്. നീ പൂജ ചെയ്യണം. ഞാൻ പൂജ ചെയ്യുകയില്ല. നീ എന്താ പറഞ്ഞത്? മുത്തശ്ശി, ഞാൻ അവരെ വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് ഇനി എന്ന് മനസ്സിലാകും നിനക്ക്? നമുക്ക് ആ വെള്ളക്കാരെ എതിർക്കാൻ ഒരിക്കലും സാധിക്കില്ല. അവർ ഇവിടം ഭരിക്കുന്നവരാണ്. അവർ ശക്തിശാലികളാണ്. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശക്തി, അടിമകൾ. അതെ, ശക്തി. വളരെ ശക്തിശാലികളാണവർ. നമ്മൾ അവരുടെ അടിമകളാണ്. ഈ വേദന സഹിച്ചുകൊണ്ടാണ് നിന്റെ മുത്തച്ഛൻ ഇവിടെ ജീവിക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നീ വെറും ഒരു പെൺകുട്ടി മാത്രമാണ്. ശ്രീമൻ സാഹിബ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു നിമിഷത്തേക്ക് പോലും ചിന്തിക്കരുത്
താങ്കളുടെ എതിരാളി താങ്കളെക്കാളും ശക്തിശാലിയെന്നോ താങ്കളെക്കാളും ദുർബലനെന്നോ? കേവലം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഉചിതമായ സമയത്ത് ലക്ഷ്യം തെറ്റാതെ യുദ്ധം ചെയ്യുക. നോക്കിക്കോളൂ, വിജയം താങ്കളുടേത് തന്നെയായിരിക്കും. ചെന്നാലും ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. കുറച്ച് വെള്ളം. അയ്യോ, കുറച്ച് വെള്ളം തരണേ. കുറച്ച് വെള്ളം തരണേ. കുറച്ച് വെള്ളം. ദാഹിക്കുന്നു. കുറച്ച് വെള്ളം തരണേ. നിനക്ക് ഇത്രയും ധൈര്യം? ഗംഗാമാതാവിന്റെ തീരത്തൊന്നും ആരും ദാഹിച്ചു പോകില്ല. ഒരുപാട് സംസാരിക്കുന്ന നീ? Who are you? ഞാനും ഒരു ഹിന്ദുസ്ഥാനിയാണ്, ഇവരെ പോലെ തന്നെ. ആർക്കെങ്കിലും വെള്ളം കൊടുത്താലുണ്ടല്ലോ, ഇതെല്ലാം കുറ്റവാളികളാണ്. ദാഹിച്ച് ഞാൻ ഇവരെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല. ക്ഷമിച്ചാലും സാഹിബ്, ക്ഷമിച്ചാലും. ഇവള് കുട്ടിയാണ്, ഇവൾക്കൊന്നും അറിയില്ല. ആരാ ഇപ്പൊ നിന്നെ ഇവിടേക്ക് വിളിച്ചത്? പോയിക്കോ ഇവിടുന്ന്. ഇവൾ ഒരിടത്തേക്ക് പോകില്ല. You bloody Indian! നിനക്കൊന്നും ഉണ്ണാനും മുടുക്കാനുമില്ല. അഥവാ ഇനി ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിനക്ക് എന്റെ ബൂട്ട് നക്കി തുടക്കേണ്ടതായി വരും. പിടിക്കവളെ, പോകാൻ അനുവദിക്കരുത്.